സിനിമയിൽ വരുന്നത് ഹൃദയത്തിലാണ്. എന്താ പറയാ, കല്യാണ ചെക്കനായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നല്ലോ ആദ്യം റിയൽ ലൈഫിൽ. അതിലൊരു കല്യാണ ചെക്കൻ എങ്ങനെയായിരുന്നു ഹൃദയത്തിലേക്ക് വരുന്നത്? ഹൃദയത്തിലേക്ക് വരുന്നത് വെച്ചാൽ അത് മെരിലാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ആയിരുന്നു പാടത്ത ഭയങ്കര സീരിയൽ. അപ്പം അതേ പ്രൊഡക്ഷൻ്റെയാണ് ഹൃദയം. അപ്പം ഞാൻ സീരിയലിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹൃദയം ഓൾറെഡി ഷൂട്ടൊക്കെ തുടങ്ങി വെച്ച പടമാണ്. അപ്പം അവിടുന്ന് ലൊക്കേഷനിൽ നമ്മൾ കാണാൻ പോകും. ലൊക്കേഷൻ നമ്മുടെ പടത്തിലെ സീരിയലിലെ ഹീറോ ആണല്ലോ ഞാൻ. അപ്പോൾ നമ്മുടെ പടം നടക്കുന്നുണ്ട് കൊച്ചിയിൽ. ആ സമയത്ത് അമരവിള എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അതിൻ്റെ താർട്ടിന് വർക്ക് ചെയ്ത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ ലൊക്കേഷനിൽ വന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചു. അങ്ങനെ വിനീതേട്ടനോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഒരു മൂവിയിൽ ഐശ്വര്യത്തോടെ മുഖം കാണിക്കണമെന്നുണ്ടായിരുന്നു. വിനീതേട്ടനോട് സംസാരിച്ചു. അപ്പം വിനീതേട്ടൻ പറഞ്ഞു ഇതിലത് ഇല്ല, റോഡും എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. ഇപ്പം ഒരു സപ്പോർട്ടിങ് ആക്ടറിന് വെച്ചാൽ, ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചാൽ ഒരു സീൻ മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം ഓൾറെഡി എല്ലാം കഴിഞ്ഞു, അതെനിക്ക് തരുമെന്ന് വെച്ചു. അപ്പം അവിടുന്ന് പറഞ്ഞു ആ സീന് ഒന്നുമില്ല, സൂര്യന് തരാൻ പറ്റിയതെല്ലാം തന്നെ പറഞ്ഞു. കാരണം നമ്മളൊരു ഇതിൽ നിൽക്കുകയാണല്ലോ, ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 42 ആയിരുന്നു ഷർട്ടിൻ്റെ സൈസ് ആ സമയത്ത്. ആ പറഞ്ഞ ആൾക്ക് ആ ഷർട്ട് അങ്ങനെ വേറെ ആക്കി വെച്ച സാധനം എടുത്ത് ഞാൻ ഇട്ട് അന്ന് ആ സീൻ ചെയ്തു, ഒറ്റ സീൻ. പക്ഷെ അന്ന് വിനീതേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 ക്ലോസ് വെച്ചു, 2 ടൈപ്പ് ക്ലോസും വെച്ചു. പ്രണവും അജു വർഗീസും ആയിട്ടുള്ള ആ ഒരു കോംബോ സീൻസിന്റെ ഒരു ചെറിയ പോർഷൻസ് എന്തോ ഭാഗ്യം കൊണ്ട് ആ കട്ടിങ്സ് വൈറലായി. ഫോട്ടോഗ്രാഫർമാരൊക്കെ എടുത്ത് അത് വൈറലായി, ഫോട്ടോ എടുക്കുന്ന പറഞ്ഞില്ലേ, നല്ല രസമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു സിനിമയില് 24 സെക്കൻഡേ ഞാനുള്ളൂ, പക്ഷെ അത് ജനങ്ങൾ കണ്ടു. അപ്പം നല്ല സിനിമയുടെ ചെറിയ ഭാഗമായാലും ആൾക്കാർ നമ്മൾ തിരിച്ചറിയും.